ഈശ്വരപ്രസാദ്, ഇപ്പോൾ നിങ്ങൾ ആണല്ലോ ഈ ഒപ്പിടൽ കഴിഞ്ഞ ഉടനെ മന്ത്രി ശിവൻകുട്ടിയെ അഭിനന്ദിക്കാനായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് കണ്ടത്. അപ്പോൾ ആ അഭിനന്ദനം പിൻവലിക്കുകയാണോ? ഇപ്പോഴും PM-ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് സർക്കാരിന് സാധിക്കില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമെങ്കിൽ കേന്ദ്രം അത് റദ്ദാക്കണം, അല്ലെങ്കിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഉഭയകക്ഷി ചർച്ച നടത്തി അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി തയ്യാറാവണം. സംഭവിച്ചിട്ടില്ല. ഈ ഉപസമിതി അങ്ങനെ വരുന്ന സാഹചര്യം വരികയാണെങ്കിൽ ആ സമയത്ത് ABVP സമരം ചെയ്യും. അങ്ങനെ വരുന്ന സാഹചര്യം ആണെങ്കിൽ ABVPയുടെ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഉപസമിതിയുടെ ഹെഡ് ആരാണ്? അത് മന്ത്രി വി ശിവൻകുട്ടിയാണ്. അദ്ദേഹം എന്താണ് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? NEPയെ ഞാൻ അംഗീകരിക്കുന്നു, NEPക്ക് എന്താ കുഴപ്പം എന്ന് അദ്ദേഹം വരെ ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പൊ CPIയുടെ മന്ത്രിമാർക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് ഉപസമിതി രൂപീകരിച്ചിരിക്കുന്നത്. നന്നായി. കാരണം CPIയുടെ മന്ത്രിമാർക്ക് മനസ്സിലാവുമല്ലോ എന്താണ് NEP, എന്താണ് PM-ശ്രീ എന്നുള്ളത്. അതവർ മനസ്സിലാക്കട്ടെ, മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ABVPയുടെ അഭിപ്രായം. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ CPIയുടെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ വിദ്യാർത്ഥികളെ ബലി കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം വരികയാണ്. PM-ശ്രീ പദ്ധതിയിൽ കൊടുക്കേണ്ട സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ PM-ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോകാതെ ഈ പണം തടഞ്ഞു വെക്കപ്പെടുന്ന സാഹചര്യം. അങ്ങനെ വന്നാണ് ഈ ABVP സമരം ചെയ്യും. കൃത്യമായിട്ട് ABVP അതുമായി മുന്നോട്ട് എങ്ങനെയാണത് പറയാൻ വേണ്ടി സാധിക്കുക? RSSന്റെ രാഷ്ട്രീയ ആവശ്യങ്ങളാണെന്ന് എങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും? ഈ കേരളത്തില് അല്ലെങ്കിൽ ഈ ഭാരതത്തിൽ മൊത്തം മുഴുവൻ വിദ്യാർത്ഥികളുടെയും സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരണം. NEPയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ PM-ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറയുന്ന സമയത്ത് തന്നെ അതിൽ പറയുന്ന പോയിന്റുകളുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ, അധ്യാപക ജീവനക്കാരുടെ ഗുണനിലവാരം, പഠനഫലങ്ങൾ, പരിസ്ഥിതി സൗഹൃദ സംരംഭങ്ങൾ, ഗുണഭോക്താക്കളുടെ പ്രതിബദ്ധത. ഈ 5 കാര്യമാണ് PM-ശ്രീയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലെവിടെയാണ് പരിസ്ഥിതി സൗഹൃദമായ കാര്യങ്ങൾ? അത് RSS മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. പര്യാവരണം എന്ന് പറഞ്ഞുകൊണ്ട് RSS മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ, അതും ഒക്കെ. അപ്പോൾ ഈ പൗരബോധം, ഇത്തരം കാര്യങ്ങൾ RSS മുന്നോട്ട് വയ്ക്കുന്നതാണ്. അത് ചിലപ്പോൾ പഠിപ്പിക്കുന്നുണ്ടാവും. എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങളും അധ്യാപക ജീവനക്കാരുടെ ഗുണനിലവാരവും പഠനഫലങ്ങളും അതെല്ലാം ഉയരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് PM-ശ്രീ നടപ്പിലാക്കും, അതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഉപസമിതി രൂപീകരിച്ചു, അത്തരം കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ സഖ്യകക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് അവരുടെ കുടുംബ പ്രശ്നമാണ്. അതിൽ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ സമരത്തിലേക്ക് പോവുകയാണ്? PM-ശ്രീയുമായി ബന്ധപ്പെട്ട് നിലവിൽ അത് റദ്ദാക്കിയിട്ടില്ല. റദ്ദാക്കാത്ത പക്ഷം ഞങ്ങൾ മരവിപ്പിക്കുകയാണ്, കേന്ദ്രത്തിന് കത്തെഴുതാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം മരവിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ മരവിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം. ഈ ഒപ്പിടുന്ന സമയത്ത് തന്നെ കൃത്യമായി അതിൽ 2 അല്ലെങ്കിൽ സ്കൂളിന്റെ പട്ടിക അങ്ങോട്ട് കൈമാറിയാലല്ലേ ഫണ്ട് ഇങ്ങോട്ട് വരൂ. അങ്ങനെയാണല്ലോ പട്ടിക. അങ്ങനത്തെ സാഹചര്യം വരണമെങ്കിൽ ABVP സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളത് തീർച്ചയാണ്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.